നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വികസന പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി വികസന സെമിനാർ നടത്തി. 2025 ഫെബ്രുവരി 6 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് അരൂർ പടിഞ്ഞാറേ ഭാഗം NSS കരയോഗം ഹാളിൽ നടന്ന വികസന സെമിനാർ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരുത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും തന്നെ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഓരോ കരട് പദ്ധതി രേഖകൾ നൽകിയിട്ടുണ്ട്. കേൾക്കുന്ന പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുവാനുള്ള എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി അധ്യക്ഷത വഹിച്ചു. 2023 ഫെബ്രുവരി 2 നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി ശ്രീ രാജേഷ് ഉദ്ഘാടനം ചെയ്ത് വളരെ ഭംഗിയാക്കി തുടങ്ങിയ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ മന്ത്രി കൃഷിമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത NCF ഒക്ടോബർ 2 ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈഷാദ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീവൻ ആശംസകൾ നേർന്നു സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ഷിഹാബുദ്ദീൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ CK പുഷ്പൻ, സന്ധ്യ ശ്രീജൻ, അരൂർ പഞ്ചായത്ത് പദ്ധതി ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ CN മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരും വികസന സമിതി അംഗങ്ങളും സെമിനാറിൽ പങ്കെടുത്തു. 2025-26 വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തു രൂപരേഖ തയ്യാറാക്കി. മാലിന്യമുക്ത ഗ്രാമം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രാധാന്യം നൽകുന്ന പദ്ധതികൾക്കാണ് മുൻഗണനയെന്ന് ആസൂത്രണ കമ്മിറ്റി ഉപാധ്യക്ഷൻ CN മനോഹരൻ വ്യക്തമാക്കി. ഏവർക്കും പ്രയോജനപ്പെടുന്ന ഫിസിയോതെറാപ്പി സെന്റർ വരും വർഷത്തിൽ പ്രവർത്തനം ആരംഭിക്കും. കലാകാരന്മാർക്ക് സംഗീത ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയും വരും സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാവും. അരൂർ വിഷൻ ന്യൂസ് ചാനൽ, അരൂരിലെ വാർത്തകൾ സമഗ്രമായി.